ഗൈസ്, ദിസ് ഈസ് നോട്ട് ആക്രിക്കട, ദിസ് ഈസ് മൈ സ്റ്റഡി ഏരിയ. ഇതിപ്പോൾ ഇങ്ങനെ എന്താ ചോദിച്ചാൽ ഇതിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ. വെക്കേഷൻ അല്ലാത്തപ്പോൾ എപ്പോഴും പെർഫെക്റ്റ് ആണെന്നല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു മെനയിൽ നിൽക്കലുണ്ട്. ഇപ്പോൾ അതുമില്ല. സോ ഇന്നത്തെ ഒരു ദിവസം തന്നെ ഒരു പ്ലാനില്ലാത്തൊരു ദിവസമാണ്. ഇന്ന് നബിദിനായതുകൊണ്ട് നമ്മളെ മുറ്റത്ത് കൂടെ റാലി പോയപ്പോൾ ഞാനും പോയി. അപ്പോൾ എനിക്ക് 2 ഐസ്ക്രീമും കിട്ടി. അങ്ങനെ ചായ കൊടുക്കുന്നതിന് മുമ്പ് ഐസ്ക്രീമൊക്കെ തിന്നു. ഞാൻ നാട്ടിൽ മദ്രസ പോകാത്തതുകൊണ്ട് എനിക്ക് നബിദിനത്തിന് മുട്ടായി കിട്ടുന്നതൊക്കെ വളരെ അപൂർവമാണ്. അപ്പോൾ 2 ഐസ്ക്രീം കിട്ടിയത് പോലും എനിക്ക് വലിയ കാര്യമായിരുന്നു. ഇന്നെങ്ങനെ ഇരുന്നു അപ്പോൾ എനിക്ക് ക്രോഷേ ചെയ്യാൻ തോന്നി. ഞാൻ ക്രോഷേ വാങ്ങി വെച്ചത് മാത്രമേ ഉള്ളൂ, പിന്നെ അത് എടുത്ത് നോക്കിയിട്ടില്ല. സോ അതൊക്കെ എടുത്തു. പിന്നെ ആദ്യം നബിദിന റാലിക്ക് പോയിരുന്നു. ഓന് കിട്ടിയതാണ് മുഴുവൻ. നെക്സ്റ്റ് എത്തിയാലും രീതി കുഴപ്പമില്ലാത്തൊരു ഇതിൽ പോകുന്നുണ്ട്. റെയിനി സീസൺ ആയതുകൊണ്ട് മൊമെൻറ്റോൾ മുഴുവൻ പൂപ്പൽ പിടിച്ചിക്കാണ്. സോ അതൊക്കെ ക്ലീനാക്കി. ഞങ്ങളടുത്ത് ഷോക്കേസ് പറയുമ്പോൾ ഇൻ്റെത്, അപ്പൻ്റെ, ആദുവിൻ്റെ, ആപ്പൻ്റെ എല്ലാവരും ട്രോഫി ഉണ്ടായിട്ട് അത്യാവശ്യത്തിൽ ക്ലീനാക്കാണ്ടായിരുന്നു. അതൊക്കെ ക്ലീനാക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ഉറക്കം എന്നൊക്കെ പറഞ്ഞാൽ നല്ല നീണ്ട ഉറക്കം. ഉറങ്ങി നീച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മാൻ്റെ സ്റ്റുഡൻ്റൊക്കെ വീട്ടിലേക്ക് വന്നിരുന്നു. അങ്ങനെ ഓരോടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ രാത്രി നമ്മൾ പോയത് നല്ല അടിപൊളി ബ്രോസ്റ്റ് കഴിക്കാനാണ്. ഏകദേശം ഫാമിലി മുഴുവൻ ഉണ്ടായിരുന്നു, ഒരാളൊഴികെ. എൻ്റെ ഉപ്പ മാത്രം വന്നില്ല. ഉപ്പ ഹെൽത്ത് വൈസ് ഓക്കെ അല്ലാത്തതുകൊണ്ട് മാത്രം. അപ്പം കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഫാമിലി കംപ്ലീറ്റ് ആയിരുന്നു. നമ്മളെല്ലാവരും ഒപ്പം എപ്പോഴും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഉള്ള സമയത്ത് ഇങ്ങനെ പുറത്ത് പോകാൻ മാക്സിമം നോക്കും. പക്ഷെ എപ്പോഴും പറ്റിക്കൊള്ളുന്നില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ. അപ്പോൾ ഇന്നിങ്ങനെ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷം. എനിവേ നമ്മൾ നല്ല അടിപൊളി ബ്രോസ്റ്റൊക്കെ കഴിച്ചിട്ടോ. നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ പുറത്ത് പോയ ഒരു രസം ഉണ്ടാവില്ല. സോ എപ്പോഴെങ്കിലും പോകുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ. രാത്രിയിൽ കുറച്ച് എന്താ പറയാനുള്ളത്? ഏതായാലും ഒന്നും പറയാലത്തുണ്ട്. നല്ല അടിപൊളി ഗ്രൂപ്പ് ഫോട്ടോ എടുത്തത് നമ്മൾ വീട്ടിൽ പോയി.